ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ഉണക്കമീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. സ്രാവാണ് എടുത്തിരിക്കുന്നത്. മാംസമുള്ള മീൻ വെച്ച് ഉണക്കമീൻ കറി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമുള്ള മറ്റ് ചേരുവകളാണ്. പുളിക്ക് ആവശ്യമായ തക്കാളി എടുത്തു, പിന്നെ കറിവേപ്പില, പച്ചമുളക്, സവോള, ആവശ്യത്തിന് വെള്ളവും കൂടെ എടുത്ത് ഇവിടെ മാറ്റി വെക്കണം. എന്നിട്ട് നമ്മളുടെ സ്രാവ് വെന്തോ നോക്കണം. സ്രാവ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് പൊടിയൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം വെന്താൽ മതി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഉണക്കമീനിന് തന്നെ നല്ല ഉപ്പുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ സ്പൂണിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയാതെ ഇളക്കുന്നേ ഉള്ളൂ. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ചട്ടി ചുറ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. എന്നിട്ട് നമ്മളിലേക്ക് കടുക് താളിച്ചിടാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകും ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്, അല്ലെങ്കിൽ കടുകെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് എല്ലായിടവും സ്പ്രെഡായി പോവും. എന്നിട്ട് നമ്മളിതിലേക്ക് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് കരിയാതെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് വറുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒരു സംഭവം കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് വറുത്തിടുന്നതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പം കരിയാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ളൊരു ഉണക്കമീൻ തക്കാളി കറിയാണ്. അപ്പം ഉണക്കമീൻ കറി ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അടിപൊളി ഒരു ഉണക്കമീൻ റെസിപ്പിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി തിളയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.